നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചേനെ. അവളത് കുളമാക്കി മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ उसे लग रहा कि इसने छुपाया मुझसे है। സോളായി. देखो नाराज हो गया बेवजह। एक तो खुद नहीं बता रहा, ऊपर से इस पे शक कर रहा। नहीं वो ये कह रहा ना कि तूने मुझे बताया क्यों नहीं। हाँ ये भी नाराज है कुछ। മുത്തശ്ശന് സുഖമില്ലാന്ന് രവി പറഞ്ഞു. കേൾക്കാൻ സുഖമുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ സോറി മിസ്റ്റർ ദിനേശ്, എനിക്ക് സംസാരിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. മുത്തശ്ശ, ഞാൻ निकलाया था नाराज हो गया कैसे। अरे सभी चाहते थे ना कि जो है सभी चाहते थे ना रविशंकर से उसकी शादी। വിളിച്ചു പറഞ്ഞത് ഇത് എന്നായാലും ഒരു ദിവസം പറയണ്ടേ? അതിന് ഞാനും അവളും തമ്മിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചോ, തീരുമാനിച്ചോ? അവളെ അല്ല ഐ ലൈക്ക് യു എന്ന് പറഞ്ഞ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. शराब पीने लगे हो? ഇല്ലടാ, അവൻ ഇനി എന്നെ അന്വേഷിക്കില്ല. അവൻ എന്നെ കാണുന്നതേ ഇഷ്ടമല്ല. എനിക്ക് അവരുടെ സ്നേഹം തിരിച്ചു കിട്ടിയാൽ മതി. आगे लड़की उससे मिलने आ रही है शायद डेनिस से। इस लड़की के दिमाग में कुछ चल रहा है, पता नहीं चलता अभी तक क्लियरली। वही सो रखा हूँ। കളിപ്പടി ഉണ്ടല്ലോ, നേരവും കാലവും നോക്കാതെ എഴുന്നള്ളിക്കുന്ന തമാശ, അതിന് കിട്ടണം പെട. നിനക്കൊരു ചീപ്പ് ജോക്ക് ഡെന്നിസേതാ ആ കൈകൊണ്ടൊക്കെ എന്നെ തല്ലിയാ ഞാൻ ചത്തു. വീണ്ടും തുടങ്ങി തമാശ. ഡെന്നിസ് പുറത്തേക്ക് വരൂ, നമുക്കൊരു മോർണിംഗ് വാക്ക് ആവും. ഇനി അഥവാ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. എന്റെ മനസ്സിലൊന്നുമില്ല. झूठ बोला उसने। इसने बस वहाँ पे ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല. आमी व्हाट्स रॉन्ग? इसलिए बोला उसने ताकि शादी न करने पड़े उससे। वही लग रहा था मुझे। शुरुआत में रो रही थे ना वो, किसी और से करती भी साथ प्यार में। അതെ ഡെന്നിസ്, അന്ന് എന്റെയും ദിവസമാണ്. ഞാനും അന്ന് മരിക്കും. सुसाइड निरंजन की बात करी कोई? നുണ പറഞ്ഞു. അതിൽ ഡെന്നിസിനെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചത് എന്റെ തെറ്റാണ്. സോറി ഡെന്നിസ്. उसने सुसाइड की ना निरंजन ने? അതും എനിക്കറിയില്ല. എന്റെ ഭർത്താവല്ല, എന്റെ ബോയ് ഫ്രണ്ട് അല്ല. എനിക്കെന്താ അഭിരാമി, ഡെന്നിസ്, നിരഞ്ജന്റെ ഗോൾഡ് മെഡൽ റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്റെ കോളേജിൽ നിരഞ്ജൻ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ചു കാലം. റെഡ് വാർ ആ ഓർഗനൈസേഷന്റെ ലീഡർ നിരഞ്ജൻ ആയിരുന്നു. ഒടുവിൽ ഒരു ഇൻഡസ്ട്രി चलो वो मारा उसने। സ്വയം ഏറ്റുവാങ്ങുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമാണ് ഡെന്നിസ്. എനിക്കറിയില്ല നിരഞ്ജനെ. നിരഞ്ജൻ എപ്പോഴും അത്രമാത്രം. निरंजन से प्यार करती थी यार। മരിക്കുന്നതിന് किसने മുമ്പ് फंसाया था शायद उसे? ഡെന്നിസ് നിന്നോട് എന്താ തോന്നുന്നത്? എന്നെ മനസ്സിലാക്കാൻ ഡെന്നിസിന് മാത്രമേ കഴിയൂ. ഡെന്നിസ്, എനിക്ക് നിരഞ്ജനെ കാണാൻ കഴിയില്ലേ? ഡെന്നിസ് എന്റെ കൂടെ ഉണ്ടാവോ? പക്ഷെ നിരഞ്ജന കാണുന്നത് വരെ. सुसाइड करने वाली थी उसकी। अच्छा निरंजन जिंदा है मतलब क्या? हाँ जेल में सर। കരയരുത്. ആരും ഒന്നും അറിയരുത്. അറിഞ്ഞ May 16th വരെ ഞാൻ കാത്തു നിൽക്കില്ല.
किसी को ना बताने के लिए बोल रही हो, वो जान दे देगी। अब इसी को पता है उसका सीक्रेट, बस ये मदद कर सकता है इसको। तो किसी और से कर देते हैं शादी। ഒന്നും നടന്നില്ല. नहीं, വേണ്ട. അവളിങ്ങനെ ഒരു വേദന इसका തരാമെന്ന് दादा चाहता था കരുതിയില്ല. कि മുത്തശ്ശന് തെറ്റി इस वेकेशन पे शादी हो जाए इसकी। हाँ, तो किसी और से कर लेते हैं शादी। എനിക്കതിൽ ആരോടും പ്രത്യേകിച്ച് ഒരു താല്പര്യവും തോന്നിയിട്ടില്ല. ഒടുവില് ആമിയാവാൻ തോന്നി. അതെന്റെ ഒരു തോന്നൽ. അതെ, തീരുമാനമാണ്. ഞങ്ങളെ വേദനിപ്പിക്കുക എന്നുള്ള തീരുമാനം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആ കുട്ടി എപ്പോഴും ശ്രമിക്കുന്നത് അതിനാണ്. ആവുന്നൊരു പാവക്കുട്ടിയൊന്നുമല്ല മകൾ. അവൾ മറ്റൊരു ഇൻഡിവിജ്വലാണ്. അവളുടെ ജീവിതം ഇപ്പൊ അവളാണ് അതിന്റെ ഉടമസ്ഥ. सही कह रहे हो। അവളുടെ वो तो उसकी मर्जी ना, किसी से भी शादी करे। ബാലമാമയോടാണ് ഈ പുരോഗമന पहली പ്രക്രിയ बात, നടത്തുന്നത്. पहले करेगी इसने ये बात। ബാലമാമയ്ക്ക് എന്ത് പറ്റി ഇങ്ങനെ തളരാൻ? അറിവ് इसे लगा था ना कि इसका दोस्त पूछ लेगा उससे। ആംഗിളിൽ കാണാം. നമുക്ക് ആമിയുടെ കൂടെ ഒന്ന് ചിന്തിക്കാം. എന്താ അവൾ ആഗ്രഹിച്ചത്? അതിലെന്താ ഒരു തെറ്റ്? എല്ലാം മറക്കാൻ തയ്യാറായാലും വാട്ട് ഈസ് ഹി? എന്താണ് അയാളുടെ യോഗ്യത? എന്നേക്കാൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഞാൻ ഇതുവരെ ഒരു നുണയിൽ ജീവിക്കുകയായിരുന്നു. അവന്റെ ഔദാര്യം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ഫാൾസ് ഇമേജിൽ अच्छा, आपने सच्चाई बता എല്ലാം മുന്നിൽ വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്തത് ലക്ഷങ്ങളുടെ കടവും പുല്ല് പോലും മുളയ്ക്കാത്തൊരു കുന്നിഞ്ചി രൂപ. ഒരവധിക്കാലം മുഴുവൻ ഞാൻ ഇപ്പൊ പുറത്ത് ഔട്ട് ഹൗസിൽ തന്റെ ജോലിക്കാരനോടൊപ്പം താമസിക്കുന്നവൻ. അവൻ എന്നെക്കാളും എന്തുകൊണ്ട് മുന്നിൽ ആമിക്ക് ഡെന്നീസിനെ കിട്ടിയില്ലേ? നമുക്കിതങ്ങ് നടത്താം. അവരെ ലോകത്തിലെ ഏറ്റവും ഭാഗ്യം डेनिस से भी कहा कर रही हो शादी। अभी इन सबको पता नहीं कुछ। ബാലനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ इसने सुन लिया। ആ കുട്ടികൾ സന്തോഷമായിട്ട് ജീവിക്കും. अब देखिए इसका रंग खराब। अब डेनिस के पास जाएगी। बढ़िया, उल्टा पड़ गया है। पर डेनिस को फंसाया मैंने। अब ये सर डेनिस से बोलेगी कि तुम बोल रहे हो कि मैं नहीं करना चाहता शादी उससे। നമ്മുടെ വിവാഹം यही बोलेगी सर उससे। അവരെ തീരുമാനിക്കട്ടെ. ഒന്നും നടക്കാതിരുന്നാ പോരെ? അവരൊക്കെ പാവങ്ങളാമി. അതുകൊണ്ട് അതെ, എന്നിട്ട് മുഴുവൻ സ്നേഹവും ആമി മറ്റൊരാൾക്ക് നൽകുന്നു. गलती तो इसी लड़की की है, सबको हट कर रही है झूठ बोलकर। കരയാൻ പാടില്ല. ഇനിയും ഏറച്ചിരിക്കുന്ന മുഖവുമായി ഒരുപാട് അഭിനയിക്കാനുണ്ട് ആമിക്ക്. എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. വയ്ക്കാം. अच्छा, അത്രയ്ക്ക് നല്ലവരാണ് നിങ്ങൾ. अगर वो नहीं मिला तो डिवाइन अब इसी से करेगी वो शादी। इसे कुछ पता ही नहीं। ഡെന്നിസ്, ബത്ലഹേമിലെ ഭൂമിയിലെ നിന്റെ ഏകാന്തവാസം അവസാനിക്കുന്നു. എൻഗേജ്മെന്റ് സന്തോഷമായില്ലടാ? अब वो लगी है, यहाँ तो तैयारी में लगी। ये लड़की बता के नहीं दी सबको, नहीं सच। കുറുകിക്കൊണ്ടാടും കുറുമ്പുള്ളൊരു പ്രാവേ. अभी एंगेजमेंट हो रही है इनके। കുഞ്ഞിമണിക്കൂട്ടിൽ കുറുകിക്കൊണ്ടാടും കുറും अच्छा, അവന്റെ അടുത്ത कल ദിവസം मिलेगा वो। അവര് നിരഞ്ജനെ എനിക്ക് പോകണം. ഡെന്നിസ്, ഡെന്നിസ് उसको फांसी हो रही क्या कल? शायद। പോകണം. ഡെന്നിസ്,
എനിക്ക് നിരഞ്ജനെ കാണണം. മറ്റൊന്നും എനിക്കറിയില്ല, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പോവാം. अब जा रहे हैं इसके ഞാൻ കൊണ്ടുപോവാം. അത് മുടങ്ങിയല്ല അവർക്ക് ആർക്ക് സഹിക്കാൻ കഴിയില്ല സാർ. നടക്കാത്ത കല്യാണത്തിന്റെ നിശ്ചയം അതിലും വലുതാണ് ആമി ആവശ്യപ്പെടുന്നത്. ഏയ്, ആരും അറിയണ്ട. अच्छा किसी को ना बताए मुन्ना ആരും അറിയാതെ നീ നോക്കണം. क्या बोलेगा ये मुन्ना सबको सुन लिया आवाज सुन ली किसी ने लाइट खुल गई अबे उसका दोस्त आ गया ഡെന്നിസ്, വേഗം. और भाग्य ആമിയായിട്ട് ഞാൻ പോയി വരാം, എന്നിട്ട് പറയാം. ആ, എവിടെ പോകുന്നു എന്നോടൊന്ന് പറഞ്ഞിട്ട് പോ. ഒരുപാട് ദൂരെ എത്താനുണ്ട്. अरे धक्का मार दिया അവരെങ്ങോട്ടാണ് പോയത്? എനിക്കറിയില്ല സാർ. थप्पड़ मार दी बता दी तो उससे नहीं है ना बताने से क्या हो रहा है वैसे भी नहीं अच्छा मोनाली अच्छा ഡെന്നീസ്, ബത്ലഹേമിലെ ഡെന്നീസ്. अच्छा खत लिखते थे ना ये വരാറുണ്ട്. ഭാവനയിൽ ഒരു ബത്ലഹേം ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഒറിജിനൽ ഒരിക്കലും കാണാൻ പോകുന്നില്ലാത്തതിന് എന്നെ പലതും ഓർമ്മപ്പെടുത്തും. എന്റെ മനസ്സും പിടയാറുണ്ട്. എല്ലാം തിരിച്ചു കിട്ടണമെന്ന് ആശിക്കാറുമുണ്ട്. ജീവിച്ചവളാണ് ഞാൻ. ഒരിക്കൽ നിരഞ്ജനെ കാണാൻ ദാ, ഇതെന്റെ കഴുത്തിൽ. धागा है ना वो അഭിരാമി നിരഞ്ജൻ എന്ന കുറ്റവാളിയുടെ ജീവിക്കുന്ന സ്മാരകമായിട്ടാകരുത്. നിരഞ്ജൻ ഒരു തെറ്റാണ്. നല്ല കുട്ടിയാണ്. നിങ്ങളൊരു നല്ല മനുഷ്യനും. രണ്ടുപേരും എനിക്ക് പറയാനുള്ളത് ശ്രദ്ധയോടെ പ്പെടുത്തി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പദം. പക്ഷെ ജീവിതം എന്നെ പഠിപ്പിച്ചു. ആ വാക്കിന്റെ അർത്ഥവും വ്യാപ്തിയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നു പോയ വിശ്വാസ പ്രമാണങ്ങൾ. തെറ്റാണത്. അറിയാൻ വൈകിപ്പോയി. लेबर के रूप में काम करता था ना പണം കൊണ്ട് അയാൾ നിർമ്മിച്ച ഗവൺമെന്റും കൊല്ലാൻ തീരുമാനിച്ചു. ഞാനാണ് കാത്തിരുന്നത് ബോംബുമായി. കാർ പക്ഷെ ഒന്നും എന്നെ തടഞ്ഞില്ല. 4 വയസ്സുകാരിയായ അയാളുടെ മകളുടെ അറ്റുപോയ കുഞ്ഞിക്കൈ എന്റെ ദേഹത്താണ് വന്ന് വീണത്. ലേക്ക് പകരം മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നു. വ്യവസ്ഥിതി മാറിയില്ല, വ്യക്തികൾ മാത്രം മാറി. ഒറ്റ अच्छा लोगों को मारता था ब्रिजेश तब इसने उसे मार दिया ब्रिजेश को ആത്മാവ് ശരീരമെന്ന ഈ മുഷിഞ്ഞ നിന്റെ ജീവിതം എന്നെ സ്നേഹിച്ചിരുന്നു എന്ന ഏക കുറ്റത്തിന് ഇഷ്ടമാണ്. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ ഞാൻ നിന്നെ കൂടെ വിളിക്കാമെന്ന് പറഞ്ഞതും സത്യമാണ്. പക്ഷേ അതിന് മോക്ഷം കിട്ടാൻ ഡെന്നിസ്, നിങ്ങൾക്ക് അഭിരാമിയിൽ പിറക്കുന്ന മകനെ अच्छा इन दोनों की शादी करवाना चाहता हूँ वो चाहता ना दोनों शादी कर ले തമ്മിൽ സ്നേഹിച്ച് ജീവിക്കണം. ഇല്ല, നടക്കില്ല. ഞാൻ ആരെ സ്നേഹിക്കില്ല. എനിക്കതിനെ പോകുന്നവനോട് അന്ത്യാഭിലാഷം ചോദിക്കുക എന്നൊരു ചടങ്ങുണ്ട്. ഇവിടെ ഞാനാണ് ഒരു വര യാചിക്കുന്നത്. സാധിച്ചു തരേണ്ടത് ഇല്ല. അരുത് നിരഞ്ജൻ, वो धागा उसके അത് गले में മാത്രം पहना എന്നോട് देगा। ആവശ്യപ്പെടരുത്. ആ താലി ആവശ്യപ്പെടുന്നു. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. टाइम हो गया സർ പ്ലീസ്. അഭിരാമി തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും എനിക്ക് ആ ചിത്രം കാണണം മനസ്സിൽ. അഭിരാമിയും ഡെന്നിസും
നോക്ക് അഭിരാമി, അഭിരാമി ഒരു ത്യാഗം ചെയ്യാൻ പോകുന്നു. ആരുടെ മനസ്സുഖത്തിനായി? എനിക്ക് വേണ്ടിയാണെങ്കിൽ ആ വേദന. ഡെനിസ്, for God's sake, please. How can I? उसे गले में पहनाना पड़ेगा उसे वो धागा. उसे थप्पड़ न मार दो उसे. मंगलसूत्र है कि ओ पहना दे उसने. അവൾ നിങ്ങളെ മാത്രം സ്നേഹിക്കും. ഈ ഒരു മറയ്ക്കപ്പുറം വന്ന് നിങ്ങളുടെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കാൻ എനിക്ക് കഴിയും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ പോവുകയാണ്. സമയം കഴിഞ്ഞു. എന്റെ കണ്ണ് നിറഞ്ഞ് എല്ലാം മറഞ്ഞു പോകും. എനിക്ക് ഈ ചിത്രം മതി. ഈ ചിത്രം. चला गया वो. बेहोश हो गए. അടുത്ത സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ഒരാള് കൂടെ കാണുമോ? शादी हुई क्या? എത്രയാണെന്ന് അറിയിക്കുക, ഞാൻ അയച്ചു തരും. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെനിസെ ഓടിക്കളയുന്നേ. वो लड़की पता नहीं चला. हाँ सस्पिशियस थी. लेटर कौन भेजती थी? പെട്ടെന്ന് എത്തിക്കണം. ആ पहले तो उसी लड़की के मुझे लग रहा था फिल्म ऐसे ही चल रही है उसी लड़की के बारे में ना. बाद में इसकी लव स्टोरी अलग निकल गई. वही बिल्ली वो वहीं चली गई. भागने लगी. अच्छा वो लड़की देखो. हाँ वही हिस्ट्री गर्ल जिसने लेटर लिखा था. अरे क्या हुई थी इसमें. अरे दिखा नहीं रही वो. देखो अपना चेहरा. मतलब उन्हीं लड़कियों में से है वो कोई. हाँ उन्हीं में से है कोई. അടുത്ത സമ്മറിൽ ഞാൻ വരും. नेक्स्ट भाई की. Catch me before that. Yours? कौन होगी वो? पता नहीं चला. अच्छी फिल्म थी. लव स्टोरी वाली. मतलब मामूली स्टोरी नहीं थी. अच्छी स्टोरी थी. एक मतलब एक समर जो वेकेशन होता है उनका. उसके जो वो रहते हैं रविशंकर के जो वो रहते हैं कजन्स हो गए. और जो उसके वो रहते हैं दादा और दादी. वो जिस तरह से मतलब छुट्टियाँ मनाने आए होते हैं तो उसी छुट्टियों में किस तरह से मतलब कहानी में नया मोड़ आ जाता है. और जो इसमें वो है अभिरामी उसका मतलब किस तरह से इम्पोर्टेंट रोल है इसमें. क्योंकि उसी के इर्द गिर्द वैसे कहानी घूमती पूरी. उसके और डेनिस के इर्द गिर्द. और रविशंकर को भी हम उसमें इंक्लूड कर सकते हैं. इन तीनों के इर्द गिर्द ही घूमती पूरी कहानी की ना. और पूरा सस्पेंस बना रहता है आखिर तक. क्योंकि उसे देख के लग रहा था कि वो जब वो आई थी वहाँ पे. मैंने शुरुआत में बोल दिया था. मैं बोला ये तो कॉलेज पास आउट हो गई होगी इसलिए रो रही है. या फिर इसका कोई बॉयफ्रेंड रहा होगा. तो बॉयफ्रेंड ही निकला उसका. तो वो जिस तरह से उदास थी और वो किसी के सामने मतलब ये दिखा नहीं रही थी कि मैं दुखी हूँ अंदर से. और लोगों के सामने तो बिल्कुल खुश थी वो. अपने को खुश दिखाने की कोशिश कर रही थी पर वैसा कुछ नहीं था. और वो अंदर ही अंदर बहुत उदास और दुखी थी. और जब उसने क्या उसका नाम रविशंकर उसने जिस तरह से अपने पेरेंट्स को लाया वहाँ पे शादी के लिए. तो गलत किया ना रविशंकर ने. हाँ मतलब बात तो कर देता उससे नहीं. अब उसने डेनिस को करनी चाहिए थी बात ना. डेनिस को भले बोल दिया उसने लेकिन शादी तो वो कर रहा है ना. तो उसी को बताएगी वो अगर उसे पसंद करती है या नहीं. उसे लगा था ना कि डेनिस
उससे बात कर लेगा, और उसे भी शायद एक कॉन्फिडेंस था कि शायद ये तैयार हो जाएगी, पर वैसे कुछ नहीं हुआ। वो वैसा सोच रहा था ना कि जैसा होता ही है घर वाले बात करेंगे हो जाएगा। और वो जो उसके घर वाले थे, उसके दादा दादी थे, वो सब यही सोच रहे थे कि मतलब जो हम डिसाइड कर रहे हैं उस हिसाब से सब कुछ होगा। पर उसने वहाँ पे जिस तरह से कहा कि मैं मतलब इसको पसंद नहीं करती, रविशंकर को, और मैं डेनिस को चाहती हूँ, उससे शादी करना चाहती हूँ, तो भले उसने वो झूठ बोला, पर आखिर में वही फिर सच भी हो गया। और बाकी मोहनलाल सर का रोल इसमें थोड़ा सा ही था। मुझे लगा था अभी आने वाला उनका कैरेक्टर इसमें है। हाँ, लास्ट में थोड़ा सा ही आया, शायद 10 मिनट के लिए आया होगा। हाँ, मैं वही सोच रहा था ना कि अभी तक आ क्यों नहीं रहा, इसलिए एंडिंग में आया, वो थोड़ा सा ही था उनका रोल। मतलब और भी हो सकता था नहीं इस फिल्म में मोहनलाल जी का रोल ना, मतलब हाँ उनका रोल मतलब कुछ और भी उसका लिखा जा दिखा, अगर वो फ्लैशबैक का भी दिखाते कर जो थोड़ा बहुत ना, फ्लैशबैक का उन्होंने कुछ नहीं जैसे वो दिखाया। सोचती कि ऐसा था वैसा था, उसने सिर्फ बोल दिया कि ऐसा हाँ, ऐसे इसमें किया। फ्लैशबैक को बस उसी तरह से दिखाया गया हाँ, जिस तरह से उसने बताया अपने मुझसे ना मुंह से। हाँ, जिस तरह से उसने बोल के बताया सब कुछ, केवल वही दिखाया गया, बाकी उसे फ्लैशबैक को नहीं दिखाया गया ना। अगर फ्लैशबैक को भी दिखाते तो तब फिर ज़्यादा अच्छे से हम कनेक्ट कर पाते उस चीज़ को ना। हाँ, और ज़्यादा अच्छे से हम उस चीज़ को फील कर पाते। फ्लैशबैक नहीं जो दिखाया जा रहा था जो उसकी लव स्टोरी थी, किस तरह से उसने पसंद किया उसे, वो सब थोड़ा दिखाना चाहिए था उन्होंने ना। थोड़ा दिखाना चाहिए था। मतलब लास्ट के कम से कम 20-25 मिनट उन्हें वही दिखाना चाहिए था, फ्लैशबैक, और तब जाके एंडिंग में दिखाते कि उन्हें फांसी होने वाली है, मतलब तो तब ज़्यादा अच्छा लगता है। वो ये कि शायद फिल्म के बजट के हिसाब से किया उन्होंने क्योंकि और चीज़ें भी नहीं दिखाई, जैसे जब उनकी एंगेजमेंट हो रही थी उस समय भी मेहमान नहीं आए उनके, कई चीज़ होती ना। हाँ, पर मेनली होता है एक तो वो जो था डेनिस, उसका कोई था नहीं ना, वो तो अनाथ है। हाँ, तो उसकी फैमिली तो कोई है नहीं, बाकी लड़की की है फिर फैमिली, और फिर पर उनके रिलेटिव तो आ ही सकते थे नहीं, तो थोड़ा अजीब लगा मुझे वहाँ पर, क्योंकि वही लोग थे बस, और उसमें एंगेजमेंट में ऐसा लग रहा था जैसे त्यौहार मना रहे होंगे। जैसे कोई होली दिवाली वगैरह मना रहे होंगे, उस तरह का लग रहा था। बाकी अच्छा है, अच्छी मतलब कहानी फिल्म की बहुत अच्छी है, और फिल्म में कॉमेडी भी है। कॉमेडी भी अच्छी लगी। कॉमेडी वरना पूरी वैसी बन सकती थी वो पूरी सीरियस फिल्म ना, लेकिन कॉमेडी भी डाली हुई है तो अच्छा लगा फिल्म में, इंटरेस्टिंग लगा। और बाकी लव स्टोरी है जो कि आखिर में काफ़ी अच्छी बन जाती है। और बाकी एक्टिंग मतलब सबकी बहुत अच्छी थी, चाहे डेनिस हो, मतलब जिन्होंने डेनिस का रोल प्ले किया, या जिन्होंने रविशंकर का किया, या जिन्होंने अभिरामी का किया, मतलब तीनों की एक्टिंग बहुत अच्छी थी। और बाकी उनके जो जिन्होंने दादा दादी का रोल प्ले किया उनका भी काफ़ी अच्छा था। और एक जो उनका वो नहीं था साथ का, वही जो उनके साथ काम करता था, वही जो कॉमेडी कर रहा था, हम क्या बोल रहे थे उसको, हाँ ऐसे कुछ बोल रहे थे, उन्होंने काफ़ी अच्छी एक्टिंग की है। तो मतलब एक्टिंग सबकी अच्छी है, और मतलब फिल्म को हमने एंजॉय किया, ऐसा नहीं कहीं पे बोर नहीं हुए। और बाकी जिस तरह से उन्होंने मोहनलाल सर को लास्ट में दिखाया, तो अगर थोड़ा उनको फ्लैशबैक में भी दिखाते ना, तो थोड़ा फ्लैशबैक की स्टोरी को कनेक्ट करने में आसानी तो होती। हम ज़्यादा अच्छे से मतलब उस चीज़ को मतलब फील करते, क्योंकि जब कोई बोल के बताता तो उतने अच्छे से हम फील नहीं करते उस चीज़ को, पर जब हमें विजुअली वो दिखाया जाता है तो तब हम ज़्यादा अच्छे से उससे फील करते हैं, उससे ज़्यादा अच्छे से कनेक्ट करते हैं। तो अगर वो फ्लैशबैक को दिखाते तो तब हमें ज़्यादा मतलब ज़्यादा फील होता वो चीज़ ना, उनका जो उनकी जो कहानी है, उनकी जो लव स्टोरी है, उससे ज़्यादा अच्छे से महसूस करते, ज़्यादा अच्छे से कनेक्ट करते उससे। तो वो चीज़ अगर दिखाते तो ज़्यादा अच्छा होता है।
पर ओवरऑल मतलब मूवी काफ़ी अच्छी है, एंटरटेनिंग है और इसमें कॉमेडी है, इमोशन है और लव स्टोरी है। और पूरी मूवी वही है, मतलब एक समर में जो छुट्टियाँ हैं उन्हीं में उसी वैकेशन की दिखा रखी है। पूरी जगह मतलब जगह अच्छी है वो। हाँ, जगह काफ़ी अच्छी है और जहाँ पूरी मूवी फिल्म वहीं पर शूट ख़त्म की हो है। गई। हाँ, एक ही जगह में शूटिंग हुई इस फिल्म की ना। मतलब काफ़ी अच्छी लोकेशन थी वो जहाँ उन्होंने शूट किया। तो समर इन बैथलहम यहाँ पर फिल्म खत्म होती है। अगर आपको वीडियो पसंद आता है तो लाइक कीजिए, शेयर कीजिए और चैनल को जरूर सब्सक्राइब कीजिए। मिलेंगे नेक्स्ट मूवी के साथ। थैंक यू सो मच। थैंक्स फॉर वॉचिंग।